ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറിയൊരു വചന ധ്യാനത്തിനായി സങ്കീർത്തനം 23 അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യഹോവ എൻ്റെ ഇടനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം ആലപിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസം ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി തന്നു. കർത്താവേ, നിനക്ക് നന്ദി. ഞങ്ങളെ പാപത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുപ്പാൻ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങളുടെ രക്ഷിതാവേ, നിൻ്റെ കാൽപാദത്തിൽ നിൻ്റെ പാദമെടുത്ത് ഞങ്ങൾക്ക് ഇരിപ്പാനുള്ള യോഗ്യത കർത്താവെ ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നിൻ്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് ഇരിപ്പാനുള്ള യോഗ്യത തരുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ അനുഗ്രഹിച്ചതിനായി നന്ദി. കർത്താവ് ഞങ്ങളുടെ പ്രയാസങ്ങളും ഭാരങ്ങളൊക്കെ അപ്പം അതിൻ്റെ സമയത്തേക്ക് ഞങ്ങൾ തരും. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാം നന്മകളാലും മറക്കട്ടെ. യേശുനാഥൻ്റെ സ്തോത്രം. കർത്താവെ, ഈ വചനം, ഈ അനുഗ്രഹപ്പെട്ട ഈ വചനം, യഹോവ എൻ്റെ ഇടനാകുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു മുട്ടും ഉണ്ടാകത്തില്ല എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ പുറകിലോട്ട് നോക്കുമ്പോൾ, നമ്മുടെ ചില കഷ്ടതകളെ ഓർക്കുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ചാലും മതി വരത്തില്ല. നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്താൽ നമ്മൾ അതിനെപ്പോഴും നന്ദിയുള്ളവരായി തീരുവെന്നൊക്കെ നമ്മൾ ഇടയാകണം. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും നമ്മളൊരു നന്ദി പറയുന്നത്, ഒരു സാധനം നമ്മുടെ കൈ തന്നു, അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നു, ചിലപ്പോൾ അത്യാവശ്യം കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, നമ്മളുടനെ അവരോട് നന്ദി വാക്ക്, എനിക്ക് തന്നല്ലോ, നീ എനിക്ക് ചെയ്തു തന്നല്ലോ, ഒരു നന്ദി വാക്ക് നമ്മൾ പറയുന്നല്ലോ. അതുപോലെ നമ്മൾ കർത്താവ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന നന്മകളെ ഓർത്തിട്ട് നമ്മളതിന് നന്ദി നമ്മൾ പറയുന്നവരായി തീരണം. സ്തോത്രം. നമ്മൾ ഇത്രത്തോളം ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിന് കീഴിൽ മറച്ചു വെക്കുന്നത് പോലെ നമ്മളെ അത്രത്തോളം നമ്മളെ സുരക്ഷിതമായി കർത്താവ് നമ്മളെ പരിപാലിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവ എൻ്റെ ഇടനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. സ്തോത്രം ഹല്ലേലൂയ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4 അധ്യായം 13-ാം വാക്യ പ്രകാരം പറയുന്നു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവനാകുന്നു. സ്തോത്രം. വീണ്ടും കർത്താവെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവെ, ഞാൻ പറയുന്ന എൻ്റെ ജീവിതമാണ്. സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങളൊക്കെ ഉണ്ടായി. കർത്താവെ, പല കഷ്ടതകളും ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഇനി എന്താണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെയും ഒരു വഴിയും അതിൻ്റെയുള്ള മാർഗങ്ങളൊക്കെ കാണിച്ചു തന്ന് സർവശക്തനായ ദൈവത്തിനെ പലപ്പോഴും നമ്മൾ, ദൈവമേ, എന്താ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ വരുന്നത് എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ വചനത്തിൽ കൂടെ നമ്മളെ ശക്തനാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഇടപെടുന്നു. അത് ഓർക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആത്മീയമായിട്ടുള്ള ഒരു ധൈര്യം, ആത്മീയമായിട്ടുള്ള ഒരു മനോബലം നമുക്കുണ്ടാവുന്ന ഗുണം ഇടയാകും. ഇപ്രകാരം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടതകളുണ്ട്, അതിൻ്റെ നടുവിൽ നമുക്ക് ആ ദൈവത്തെ നിങ്ങളൊന്ന് മുറുകെ ഒന്ന് പിടിച്ചു നോക്ക്. ആ ശക്തമായി അവൻ്റെ കൂടെ ഇരുന്ന് അവനെ പറ്റിച്ചേർന്ന് നിൽക്കാനാണ് പറഞ്ഞത്. സ്തോത്രം. അവനെ കൂടെ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു. ദൈവം നിങ്ങളെ പരിപൂർണമായി നിങ്ങളെ അനുഗ്രഹിക്കും, പരിപൂർണമായി നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കും. കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് സ്തോത്രം. യഹോവ എൻ്റെ ഇടനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുനാഥൻ.